വചനമൊഴി ജനുവരി 10. വചനഭാഗം എഫേസോസ് 2:19-3-7, മർക്കോസിന്റെ സുവിശേഷം 6:14-29. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോയുടെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നതിനാൽ ഹെറോദേസ് രാജാവും അവനെക്കുറിച്ച് കേട്ടു. ചിലർ പറഞ്ഞു, യോഹന്നാൻ മാബ്ദാന മരിച്ചവരിൽ നിന്ന് ഉയർത്തിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ഏലിയ ആണ്. വേറെ ചിലർ പറഞ്ഞു, പ്രവാചകരിൽ ഒരുവനെ പോലെ ഇവനും ഒരു പ്രവാചകനാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെറോദേസ് പറഞ്ഞു, ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെറോദേസ് പറഞ്ഞു, ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹെറോദേസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. ഇത് സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹെറോദ്യ നിമിത്തമാണ്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെറോദേസിനോട് പറഞ്ഞു, സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെറോദ്യായ്ക്ക് യോഹന്നാനോട് പകയുണ്ടായി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറോദേസ് അവനെ ഭയപ്പെടുകയും സംരക്ഷിക്കുകയും ചെയ്തു. അവനെ കേൾക്കുമ്പോൾ അവൻ അസ്വസ്ഥനായിരുന്നെങ്കിലും സന്തോഷത്തോടെ അവനെ ശ്രവിക്കുമായിരുന്നു. ഹെറോദേസ് തന്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലിയിലെ പ്രമാണിമാർക്കും വിരുന്നു നൽകിയപ്പോൾ അനുകൂലമായ ഒരു അവസരം വന്നു ചേർന്നു. ഹെറോദ്യായുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദേസിനെയും വിരുന്നുകാരെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിച്ചുകൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്തു, നീ എന്തു തന്നെ ചോദിച്ചാലും ഞാൻ നിനക്ക് തരും, എന്റെ രാജ്യത്തിന്റെ പകുതി പോലും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അവൾ പറഞ്ഞു, യോഹന്നാൻ മാബ്ദാനയുടെ ശിരസ്. അവൾ ഉടനെ ബന്ധപ്പെട്ട് അകത്തുവന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ യോഹന്നാൻ മാബ്ദാനയുടെ ശിരസ് ഒരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവം ദുഃഖിതനായി. എങ്കിലും തന്റെ ശപഥത്തെയും വിരുന്നുകാരെയും പ്രതി അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവന്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു കാവൽ പടയാളിയെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗൃഹത്തിൽ ചെന്ന് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു. അത് ഒരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. പെൺകുട്ടി അത് അമ്മയ്ക്ക് കൊടുത്തു. ഈ വിവരമറിഞ്ഞ യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹമെടുത്ത് കല്ലറയിൽ സംസ്കരിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യമനുസരിച്ച് ദനഹക്കാലം ആദ്യ വെള്ളിയാഴ്ച യോഹന്നാൻ മാബ്ദാനയുടെ ഓർമ്മ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. ജനനത്തിൽ മിശിഹായ്ക്ക് മുന്നോടിയായിരുന്നതുപോലെ തന്നെ മരണത്തിലും മിശിഹായ്ക്ക് മുന്നോടിയായി കടന്നുപോകുന്ന സ്നാപക യോഹന്നാനെയാണ് നാം സുവിശേഷത്തിൽ കാണുന്നത്. ദൈവരാജ്യത്തിന് വഴിയൊരുക്കുക എന്നതായിരുന്നു സ്നാപക യോഹന്നാന്റെ പ്രസംഗത്തിന്റെ വിഷയം. ദൈവരാജ്യം സമീപിക്കുന്നതിന് തടസ്സങ്ങളായി നിന്ന കാര്യങ്ങളാണ് സ്നാപക യോഹന്നാൻ മാറ്റുന്നതും.
നിഷിദ്ധമായ പ്രവൃത്തികൾ കാണുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുന്ന ധീരനായ നിഷിദ്ധമായ പ്രവൃത്തികൾ കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറയുന്ന ധീരനായ പ്രവാചകനെയാണ് സ്നാപക യോഹന്നാനിൽ നാം കാണുന്നത്. ഹെരോദേസ് തന്റെ സഹോദരൻ ജീവിച്ചിരിക്കെ സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കിയത് നിഷിദ്ധമാണ് എന്ന് ഹെരോദോസിനോട് ധൈര്യത്തോടെ പറയുന്ന യോഹന്നാൻ മാബ്ദാനെയാണ് ഇവിടെ കാണുന്നത്. പ്രവാചക ധീരതയോടുകൂടി സത്യത്തോട് ചേർന്ന് നിൽക്കുവാൻ, പ്രവാചക ധീരതയോടുകൂടി നിഷിദ്ധമായതിനെ അകറ്റി നിർത്തുവാൻ നമുക്കും ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.